ആധുനിക ജീവിത രീതിയിൽ നമുക്ക് പാരസ്പര്യം നഷ്ടപ്പെടാനിടയാക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിപുലമായ ഒരു ക്യാൻവാസിൽ വേണം പറയാൻ. ഒന്ന്, പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിച്ച മനുഷ്യൻ. രണ്ട്, സാങ്കേതിക വിദ്യകളോടും ആധുനിക ശാസ്ത്രത്തോടും ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. രണ്ട് വ്യതിയാനങ്ങളുണ്ട് ഇവിടെ. സമൂഹത്തിന്റെ സ്പഷ്ടമായ വ്യതിയാനം സാങ്കേതിക വിദ്യ കൊണ്ടാണ് മനുഷ്യന്റെ ഉണർവിനെ ആദ്യം തടഞ്ഞത്. ലോകത്ത് റെനൈസൻസിന്റെ കാലത്താണ് വിപ്ലവകരമായ മാറ്റം ഉണ്ടായത്. 3, ജൂതന്മാർ സമൂഹത്തിന്റെ പരിണാമത്തിന് പാശ്ചാത്യ നാട്ടിൽ ശ്രമിച്ചിട്ടുണ്ട്. വ്യാവസായിക വിപ്ലവത്തിന്റെ രംഗവേദിയിലാണ് അതിലേറ്റവും പ്രസിദ്ധനായ ഒരു ജൂതൻ രംഗപ്രവേശം ചെയ്തത്. സാമ്പത്തിക ദർശനത്തിൽ അന്യൂനമായ ഒന്ന് അദ്ദേഹത്തിന്റെ സംഭാവനയുമാണ്. തൊഴിലിനെ മനുഷ്യനെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന വ്യവസ്ഥിതിക്കെതിരായുള്ള രംഗപ്രവേശവും അതാണ് ആദ്യത്തത്. പക്ഷെ അതിനെ ക്രമികമായി നേരിട്ടത് അതിന് രംഗപ്രവേശം ചെയ്തവരെ നേരിട്ടുകൊണ്ടല്ല, അവരുടെ മനസ്സിനെ ഇളക്കിക്കൊണ്ട് സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചാണ്. ആ മാറ്റത്തെ തിരിച്ചറിഞ്ഞ 2 പേരുണ്ടായിരുന്നു ലോകത്ത്. ഒന്ന് ഗാന്ധി, 2 മാവോ. 2 പേർ മാത്രം, പിന്നെ ആരുമില്ല. സാമ്പത്തിക ദർശനത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ വളരെ ഭംഗിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുകൾ. ഭൗതിക ശാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങളുടെ അപ്പസ്തോലന്മാർ ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വക്താക്കളായിരുന്നെങ്കിലും അത് ഏറ്റവും അധികം തലയ്ക്ക് പിടിച്ചത് ആധുനികന്മാരെയായിരുന്നു. അത് എല്ലാ രംഗത്തും തൊഴിലാളിയെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്, തൊഴിലിനെ മാറ്റിമറിക്കുകയുമാണ് ചെയ്തത്. അവിടെ സാമ്പത്തിക ദർശനത്തിന്റെ അടിവേരുകൾ മാറുകയാണ് ചെയ്തത്. ഈ സത്യം പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യന്റെ പാരസ്പര്യത്തിൽ എന്ന് രൂപാന്തരപ്പെട്ടു വന്ന ഒരു കൃഷി ഇന്ന് കച്ചവട അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സാങ്കേതികമാണ് ഇന്ന് കൃഷി. കൃഷി വ്യാവസായികമായാണ് ഇന്ന് ആളുകൾ ചെയ്യുന്നത്. അവിടെ യന്ത്രങ്ങളും ബഹളങ്ങളും ഒക്കെയാണ് കൂടുതലുള്ളത്. 2, ഇന്നലത്തെ പോലൊരു പ്രദേശത്തുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് കപ്പ പറിക്കുകയും പുഴുങ്ങുകയൊന്നുമല്ല. അവിടെ പാരസ്പര്യം ഇല്ല. ഇന്നലത്തെ പോലെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്നൊരു കല്യാണം നടത്തുകയല്ല, എവന്റ് മാനേജരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ശരിയാണോ? ഒരുമാതിരി ഇടത്തരക്കാരന്റെ വരെ നാട്ടുംപുറം ഇന്ന് കേരളത്തിൽ കുറവാണ്. കേരളം ഇന്ന് ബോംബെ പോലുള്ള ഒരൊറ്റ സിറ്റിയാണ്. നാട്ടിൻപുറം ഉണ്ടായിരുന്നത് വടക്കൻ കേരളത്തിൽ കുറച്ചും പാലക്കാട് ജില്ലയിൽ കുറച്ചുമാണ്. അതും കുടിയേറ്റക്കാർ പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞു. സാധാരണക്കാരൻ പോലും അവന്റെ വിവാഹം മുതലായതൊക്കെ കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ തന്നെയാണിപ്പം. പാരസ്പര്യം എന്ന് പറയുന്നത് ചില രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത സംഘങ്ങൾ അതിപ്രബലമായ ചില ഏരിയകളിൽ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എവന്റ് മാനേജേഴ്സാണ്. അവരുള്ള സ്ഥലങ്ങളിൽ ഒരു കൂട്ടായ്മയും കാര്യവും ഉണ്ട് എന്നത് സമ്മതിക്കുന്നു, അത് എക്സെപ്ഷനാണ്.
ബാക്കിയുള്ളിടത്തെല്ലാം ഇത് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ആധുനിക രീതിയിൽ, ആധുനിക ജീവിത രീതിയിൽ എല്ലാത്തിനെയും പാരസ്പര്യം എന്നതിനേക്കാൾ പണമാണ് ഭരിക്കുന്നത്. മാതൃക എന്തു തന്നെയായിരുന്നാലും ധനവും ധനാഗമ മാർഗത്തിനുള്ള ആ സുഹൃത്ത് മുമ്പ് ചൂണ്ടിക്കാണിച്ച മുതലാളിത്ത വ്യവസ്ഥിതിയുമാണ്. ഒരുവന്റെ ലക്ഷ്യമാണ് ഉദാത്തമെങ്കിൽ അതിലേക്കാണ് അവൻ നടന്നു പോകുന്നത്. ഓരോ വ്യക്തിയും വ്യക്തിപരമായി എങ്ങനെ കൂടുതൽ ധനമുണ്ടാക്കാം, എങ്ങനെ കൂടുതൽ അന്യന്റെ മേൽ അഹങ്കാരത്തിൽ ജീവിക്കാം, എങ്ങനെ എല്ലാ സുഖഭോഗങ്ങളിലും ജീവിക്കാമെന്ന വ്യക്തിപരമായ ഒരു ആദർശം നിലനിൽക്കെ എന്ത് തരത്തിൽ സംഘടിച്ചാലും പാരസ്പര്യം നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ കുട്ടികളോട് ചോദിക്കുക, ആരാകാനാ ഇഷ്ടം, എന്താകാനാ ഇഷ്ടം? കഷ്ടപ്പാടുള്ള കൃഷിക്കാരനാകാൻ എത്ര അച്ഛനമ്മമാർ മക്കളെ വിടും? എത്ര കുട്ടികൾ ആഗ്രഹിക്കും? സ്വയം ആഗ്രഹിക്കണമല്ലോ ആകണമെങ്കിൽ. മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ആകുന്നത് വിധിയാണ്. എല്ലാവർക്കും ഒരുപോലെ ആകാനാവില്ല ഒരു സൊസൈറ്റിയിലും. ഞാൻ ഇന്നതാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ സമൂഹത്തോട് ബന്ധമുള്ളതും സമൂഹത്തെ പരിചരിക്കാനുള്ളതും ആയ രംഗങ്ങളെല്ലാം ഇന്ന് വ്യാവസായികമാണ്. മുമ്പ് പറഞ്ഞ ഭിഷഗ്വര വൃത്തി ഉൾപ്പെടെ, വൈദ്യവൃത്തി ഉൾപ്പെടെ അത്തരമൊരു വ്യവസ്ഥിതിയിലാണ് ആധുനിക ജീവിത രീതിയിൽ പാരസ്പര്യം എങ്ങനെ നമുക്ക് ഉയർത്താം എന്ന് ചോദ്യം വരുന്നത്. ആദ്യം അതിന് നമുക്ക് വേണ്ടത് വൈയക്തിക ബോധത്തിനുപരി സാമാജിക ബോധമുണ്ടാവണം. അതിനാദ്യം തന്നെ നമ്മൾ അടുത്തിരിക്കുന്ന ആളിൻ്റെ സുഖവും സൗകര്യവും നമ്മളുടേതിനൊപ്പം അംഗീകരിക്കുന്ന ഒരവസ്ഥ വേണം. അതെങ്ങും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മത്സരം. അല്ല, ഇല്ല, ഞാനില്ല എന്ന് പറയുന്നതൊക്കെ ഉപരിലോകത്തെ കുറിച്ചാണ്. തെറ്റിദ്ധരിക്കണ്ട. അങ്ങയ്ക്കോ കുറച്ച് പേർക്കോ അല്ലെങ്കിൽ മറ്റു ചിലർക്കോ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നിടത്തെല്ലാം ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതിന് സംശയം വേണ്ട. ആ എക്സെപ്ഷനിൽ നിങ്ങളിൽ എത്ര പേർ പെടുന്നുണ്ടോ അവരൊക്കെ ഉള്ളവർ തന്നെയാണ്. ജനറൽ അല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് സമ്മതിക്കുന്നു. ജനറൽ അല്ല. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോവാണ്, ഞാനൊരു കുടുംബത്തിലെ ആളെന്ന നിലയിൽ ആ കുടുംബത്തിലെ ഏറ്റവും കൂടിയതെല്ലാം എനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ച് ഡയറക്റ്റായി മല്ലടിച്ച് മേടിക്കുന്നവർ ഒരു കൂട്ടരാണ്. അതിന്ന് വളരെ കൂടിയിട്ടുണ്ട്. കുടുംബം, രാഷ്ട്രീയം, സാമൂഹ്യം, മതം എല്ലാം പരിത്യജിച്ചു എന്ന് പറയുന്ന ഞങ്ങൾ സ്വാമിമാരുൾപ്പെടെ. ഇനി അതങ്ങ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായി. ഞങ്ങൾ തന്നെ കൂടിയിരുന്നൊരു നേതൃത്വത്തിന് അവകാശപ്പെട്ടാൽ ആ സ്ഥാനം എനിക്ക് വേണം, മഠാധിപതി ഞാനാകാൻ പോവാണ്, തട്ടിക്കളഞ്ഞു ആവും. അങ്ങനെ ഒരു കൂട്ടർ വളർന്നു വന്നിട്ടുണ്ട് ഇന്ന്, സംശയരഹിതമായി എല്ലാ മേഖലയിലും. രണ്ടാമത്തെ കൂട്ടർ അങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ്. അങ്ങനെ ഡയറക്റ്റായിട്ട് പറയരുത്. നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവർ പുറകിൽ നിന്നൊന്ന് പറഞ്ഞ് എന്നെ ആക്കണം. ഞാൻ വേണ്ട എന്ന് പറയും, എന്നെ നിർബന്ധിക്കണം. ഇത്തരം ഒരു കൂട്ടർ വളരെ കൂടുതലായി വളർന്നിട്ടുണ്ട്. Am I right? Am I right? എല്ലാ രംഗത്തും, വീട് മുതൽ
സാമൂഹിക രംഗം വരെ എല്ലാ രംഗത്തും ഇത്തരം ഒരു കൂട്ടർ വളരെ വലുതായി വളർന്നു വന്നിട്ടുണ്ട്. വേണം എന്ന് വെക്കാൻ എളുപ്പമാണ്. ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കത് വേണ്ട, ഇന്നയാൾ അതിന് അധികാരിയാണ്, അയാളെ ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെ ജോലി അതിനിപ്പുറത്തു നിന്ന് ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടർ സമൂഹത്തിൽ ഉണ്ടായിരുന്നതെല്ലാം ഇന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അയാൾ ഇരുന്നോട്ടെ, ചെയ്തോളാം, ഞാൻ സഹായിച്ചോളാം, അവിടെ ഒരാളല്ലേ വേണ്ടു, അയാളെ വെച്ചോളൂ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിൽ പാരസ്പര്യം എന്ന് പറയുന്നത് അതാണ്. പഴയ കാലത്ത് ചോറുണ്ണുമ്പോൾ ദാരിദ്ര്യമുള്ള വീടുകളിൽ നല്ല ചില കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ അമ്മയ്ക്ക് പ്രിയമുള്ള ഒന്നിനും വഴക്കുണ്ടാക്കാത്ത കുട്ടി ഉണ്ടാവും. അവനൊന്നും ചോദിച്ചു വാങ്ങിക്കാനും വഴക്കുണ്ടാക്കാനും പോവില്ല. അപ്പൊ അവനായിരിക്കും പലപ്പോഴും പലതും കിട്ടാതെ വരുന്നത്. അതുകൊണ്ട് അമ്മ പ്രത്യേകം എടുത്തു വെച്ചിട്ട് അവന് വിളമ്പി കൊടുക്കുമ്പോൾ തൃപ്തിയോടെ വിളമ്പി കൊടുക്കും. അവൻ മറ്റവൻ കയറി വഴക്കുണ്ടാക്കി 2 പ്രാവശ്യം മേടിച്ചതാണ്. ഇവന് കൊടുക്കുമ്പോൾ ഇവനത് മൂടിയിട്ടു. എന്നിട്ട് അമ്മ വീണ്ടും കൊടുക്കുമ്പോൾ ഈ മൂടിയിട്ടതും ഇതും കൂടി ആ വഴക്കുണ്ടാക്കുന്നവൻ എടുത്തു കൊടുക്കും. നീ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്, ഞാൻ മേടിച്ചു തരാവത്. പ്രായമായവർക്ക് ആർക്കെങ്കിലും അത്തരമൊരു കാലഘട്ടം ഓർമ്മയുള്ളവർ, നരച്ചവര് ആരെങ്കിലും ഇന്നും അപൂർവമായ അത്തരം ആളുകൾ കാണും. അങ്ങനെ സമൂഹത്തിൽ അന്യനെ ചിന്തിക്കുക, അതിനാണ് പാരസ്പര്യം എന്ന് പറയുന്നത്. പാരസ്പര്യം എന്ന വാക്ക് തന്നെ ഡയലക്റ്റിക്സ് ആണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ, ഞാൻ കഴിഞ്ഞ ഓണത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ, പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ ഇതിന്റെ വിസ്തൃത വിവരണമുണ്ട്. ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കാവുന്ന ചിന്തകളെക്കുറിച്ച് വ്യാസന്റെയും മറ്റും ഗ്രന്ഥങ്ങളിൽ ഡയലക്റ്റിക്സിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിനെ ഭൗതിക വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കുകയാണ് മാർക്സ് പിന്നീട് ചെയ്തിട്ടുള്ളത്. ഡയലക്റ്റിക്സിനെ ഐ ഓഫ് ദ സോൾ എന്നാണ് പ്ലേറ്റോ ഇതിനെ നിർവചിച്ചത്. ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഐ ഓഫ് ദ സോൾ, ആത്മാവിന്റെ ചക്ഷുസ്. ആനന്ദം അവനവന്റെ നേട്ടങ്ങളിലേക്കാൾ അന്യനിൽ രൂപാന്തരപ്പെടുന്നത്, അതിന്റെ സുഖമൊന്ന് ത്യാഗം കൊണ്ട് അനുഭവിക്കുന്നത്. അപ്പൊ പാരസ്പര്യം ഉണ്ടാകണമെങ്കിൽ ഭോഗത്തെക്കാളേറെ ത്യാഗമുണ്ടാകണം. ത്യാഗം ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതവും ഭോഗം അവകാശത്തിൽ അധിഷ്ഠിതവുമാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഡയലക്റ്റിക്സിന്റെ നിർവചനത്തിലുള്ള പരിണാമവും. ഭോഗം പൂർണ്ണമായും അവകാശത്തിൽ അധിഷ്ഠിതമാണ്. ത്യാഗമാകട്ടെ ഉത്തരവാദിത്വത്തിൽ അധിഷ്ഠിതവും ആനന്ദവുമാണ്. എപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ബോധം വന്ന്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വ്യക്തി, കുടുംബം, സമൂഹം, ഈ നിലകളിൽ ഓരോ കാര്യം എടുക്കുമ്പോഴും ചിന്തിക്കണം. ഇപ്പൊ ഇന്ന് പോന്നിരിക്കുന്ന നോക്കിയാൽ അറിയാം, ഇപ്പൊ എല്ലായിടത്തും ബെഡായിരിക്കും. am I right? കിടക്കുന്ന ബെഡിലായിരിക്കും. വൈകുന്നേരം ചെന്ന് അതിലേക്ക് കയറി കിടക്കും. 2 ആഴ്ചയിൽ ഒരിക്കൽ ചിലപ്പോൾ ഷീറ്റ് മാറും. അതിൽ വരുന്ന പലരും ഇരുന്ന് സംസാരിക്കും. എത്ര വൈറസുകൾ, എത്ര അമീബകൾ, എത്ര ബാക്ടീരിയകൾ ശയ്യാവലംബികളായി ഉണ്ടായി രോഗങ്ങളുണ്ടാവും. മെഴുകിയ തറയിൽ ജീവിക്കുന്ന കാലത്ത് പോലും ഒരു കുഞ്ഞ് എഴുന്നേറ്റാൽ പായ തെറുത്തു വെക്കും, വെയിലത്തിടും. കഴുകേണ്ടതാണെങ്കിൽ കഴുകും. ശരിയാണോ പറഞ്ഞത്? ശരിയാണോ പറഞ്ഞത്? എഴുന്നേൽക്കുമ്പോൾ ആ ഷീറ്റൊന്ന് എടുത്ത് തട്ടിക്കുടഞ്ഞ് മടക്കിയിട്ട് വൈകുന്നേരം ഒന്നുകൂടെ മടക്കി വിരിക്കുക. പലപ്പോഴും അതിൽ വല്ല ജീവിയും കയറിയിരുന്നാൽ അത് കടിച്ചു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്.
കാരണം നമ്മൾ സുഖമെന്ന് സങ്കല്പിക്കുന്നത് ആലസ്യത്തെയാണ്. ഒരു പണിയെടുക്കാത്ത ഒരു ജീവിത സൗകര്യത്തെയും വ്യവസ്ഥയെയുമാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ പുരോഗതി പണിയെടുക്കാത്ത മനുഷ്യനെ സങ്കല്പിച്ചുകൊണ്ടാണ്. പണിയെടുത്താൽ കൂലി കൊടുക്കണം, പണിയെടുത്താൽ അവനോടുള്ള സ്നേഹം വേണം. സാങ്കേതിക വിദ്യയാകുമ്പോൾ അത് വേണ്ട. മനുഷ്യ പാരസ്പര്യം തകർക്കുന്നതിന് വേണ്ടി മാത്രം, മനുഷ്യബന്ധങ്ങൾ ഇല്ലാതാകുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു സാങ്കേതിക വിദ്യയുടെ അത്യുന്നതിയിൽ അതില് പാരസ്പര്യത്തെക്കുറിച്ച് അറിയുന്ന സൈദ്ധാന്തികമായ അറിവുള്ള വിപ്ലവ രംഗങ്ങളെപ്പോലും അതിൽ ഭ്രമിപ്പിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ നിശ്ചയമായും പാരസ്പര്യം എന്നത് അസാധ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. തേങ്ങ ഇടാൻ ആളില്ലാത്തത് കൊണ്ടല്ല യന്ത്രം ഉണ്ടായത്. ഇടുന്നവൻ കൂടുതൽ കൂലി ചോദിക്കുകയും കൂടുതൽ പ്രാവശ്യം വിഷമിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ ഒന്നും വേണ്ട, യന്ത്രം മതി. യന്ത്രത്തോട് പാരസ്പര്യമൊന്നും കാണിക്കണ്ട. മണ്ണ് ചുമന്നിടാൻ വരുന്നവന്റെ വേദന കാണുമ്പോൾ ആഹാരം കൊടുക്കണം. പ്രൊക്ലൈൻ പൊക്കിയെടുത്താൽ ആഹാരം വേണ്ട, മറ്റതിനേക്കാൾ ചെലവ് കൂടിയാലും. കണക്കുകൾ ഉദ്ധരിച്ചാൽ സാങ്കേതിക വിദ്യയുടെ വികാസം ചെലവേറ്റുകയാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്, ചെലവ് കുറച്ചിട്ടില്ല. എന്നിട്ടും എന്തേ ചെലവേറിയിട്ടും സ്വീകരിച്ചു? അതിന്റെ കണക്കവിടെ തീരും. ബന്ധം വേണ്ട. അതുകൊണ്ട് ആധുനികത കളഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കളഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ആ ആധുനികതയിൽ തന്നെയാണ് നിങ്ങളുടെ റിസർച്ച്. അതിനോട് ചേർന്ന് വെച്ച് പഠിക്കാവുന്ന ഒന്നാണ് അണുകുടുംബവും. എന്തേ നിങ്ങൾ വീട് വിട്ടു പോന്നു? വയസ്സായ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, സ്ഥലം നോക്കണം, അച്ഛനും അമ്മയും സങ്കല്പിച്ചുണ്ടാക്കിയ സാധനങ്ങൾ നോക്കണം, പശുവിനെ നോക്കണം. എന്റെ കാര്യം നോക്കി ഞാൻ പോവുകയാണ്, നിങ്ങളെ ആരെയും നോക്കണ്ട. പെറ്റ തള്ളയെ നോക്കാത്ത, എല്ലാം തന്ന അച്ഛനെ നോക്കാത്ത ഒരു വ്യക്തിക്ക് ഓഫീസിലുള്ള ആളുകളോട് പാരസ്പര്യമുണ്ടാകുക, സംഘടനകളിലെ വ്യക്തികളോട് പാരസ്പര്യമുണ്ടാവുക, തൻ്റെ അടുക്കൽ തൊഴിലെടുക്കാൻ വന്നവനോട് പാരസ്പര്യമുണ്ടാവുക എന്നത് അസാധ്യമാണ്. ഈ അസാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പാശ്ചാത്യ വ്യവസ്ഥിതി സാങ്കേതിക വിദ്യയെ പുരോഗമിച്ച് പാരസ്പര്യമുള്ള രാജ്യങ്ങളിലും പാരസ്പര്യത്തിലൂടെ വളരുന്ന രംഗവേദികളിലും അവയെ കൊണ്ടുചെന്നിട്ട് വ്യക്തിബന്ധങ്ങളുടെ പാരസ്പര്യങ്ങൾ തകർക്കുമ്പോൾ ശൂന്യതാബോധം മനുഷ്യനുണ്ടാവുകയും വളരെ വർഷങ്ങളോളം പാരസ്പര്യമില്ലാതെ ജീവിച്ചിട്ട് അടുത്ത അന്ധവിശ്വാസത്തിലേക്ക് വഴുതി വീഴാൻ ഇടയാകുന്നത്. തൊഴിൽ മേഖലകളിലും മറ്റുള്ളിടത്തുമൊക്കെ പാരസ്പര്യമില്ലാതെ ജീവിച്ച് വയസ്സാകുമ്പോൾ ഉണ്ടാക്കിയ കാശും കൊണ്ടുവന്ന് പാരസ്പര്യം വേണ്ടിടത്ത് ചെലവാക്കുകയല്ല, അന്ധവിശ്വാസങ്ങൾക്ക് ചെലവാക്കുകയാണ് ഇന്ന് ജനം. പിന്നെ സമൂഹം വേണം. വയസ്സാകുമ്പോഴായി ബോധം വരുന്നത്. വളരെ പേർ ഈ രംഗത്തുണ്ട്. അവർ വന്ന് ആ നാട്ടിൽ നിലനിൽക്കുന്ന സ്നേഹബന്ധങ്ങൾ കൂടി പ്രത്യേക ഗ്രൂപ്പുകളെ ഉണ്ടാക്കി ജാതിയോ മതമോ മറ്റുള്ള കാര്യങ്ങളോ പറഞ്ഞ് ഉണ്ടാക്കിയ പണവുമായി വന്ന് അവരുടെ പണത്തിൻ്റെ പേരിൽ ഒരു സാമൂഹിക ബന്ധം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഇടയാക്കുന്ന ഒരു രംഗവും ഇന്ന് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഇതിന് കാരണം വ്യാവസായിക പുരോഗതിയുടെ മുന്നേറ്റത്തിൽ, സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിൽ സാങ്കേതികമായി പഠിക്കുകയും പാരസ്പര്യങ്ങൾ മുഴുവൻ തകർക്കുകയും ചെയ്ത് മുന്നേറിയിട്ട്
ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ബന്ധമില്ലാതെ ജീവിച്ച് ആ ബന്ധങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞിട്ട് ഉണ്ടാക്കിയ ധനം തന്നെ നോക്കി പല്ലിളിക്കുമ്പോൾ ബന്ധം വില കൊടുത്ത് വാങ്ങിക്കുവാൻ വാർദ്ധക്യമെത്തുമ്പോഴേക്ക് എത്തുന്ന ഇന്ത്യക്കാരൻ ഇന്ന് വളരെ കൂടുതലാണ്. പെട്ടെന്ന് അവൻ്റെ കൈകളിലേക്ക് നല്ല ബന്ധം പുലർത്തിപ്പോകുന്ന സ്ഥലത്തെ ഒട്ടു വളരെ ആളുകൾ ചെന്ന് വീഴുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അതോടുകൂടി അവിടുത്തെ ബന്ധങ്ങൾ ശിഥിലമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അണുകുടുംബങ്ങളിലേക്കുള്ള മനുഷ്യന്റെ വികാസം മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ മനസ്സില്ലായ്മയിൽ നിന്നാണ്. എൻ്റെ വരുമാനം, ഞാൻ, എൻ്റെ ജീവിതം, ഒരു ഫ്ലാറ്റിൽ ഇരിക്കുന്നവന് അടുത്ത ഫ്ലാറ്റിലെ ആളുമായി പോലും ബന്ധമുണ്ടാവില്ല. അതുകൊണ്ട് അറിവും വളരെ ചുരുങ്ങിയിരിക്കും. അറിവ് നേരത്തെ പറഞ്ഞ പോലെ ലാഘവമുള്ളപ്പോൾ കിട്ടുന്നതാണ് അറിവ്. ലാഘവം മനസ്സിനുണ്ടാവില്ല. ഇതെല്ലാം ആ അണുകുടുംബ വ്യവസ്ഥിതിയിൽ രൂപാന്തരപ്പെട്ടു വരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ചിട്ട, ശീലം ഇവയ്ക്കൊക്കെ മാതൃകകളുമില്ല അണുകുടുംബങ്ങളിൽ. രാവിലെ എഴുന്നേറ്റു, പശുവിനെ കുളിപ്പിച്ചു, അല്പം പുല്ല് പറിച്ചു കൊടുത്തു. കാരണം പാല് കുടിക്കണം, അതെവിടുന്നെങ്കിലും വാങ്ങിച്ചു കുടിച്ചോളാം, വളർത്തണ്ട. മറ്റത് മാതൃകാപരമായി ഒരച്ഛൻ എഴുന്നേറ്റ് പോയി ചാണകം വാരുന്നത് കണ്ടു വളരുന്ന ഒരു കുഞ്ഞ് കൂടെ പോകുമ്പോൾ അതിന് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് അമ്മ ആഹാരം കഴിക്കുമ്പോൾ ഓരോ ആഹാരവും അമ്മയിൽ പചിക്കും. അത് പതുക്കെ കുഞ്ഞിലെത്തും. അങ്ങനെ അത് വളരുന്നത്. ആ ആഹാരങ്ങൾ ഓരോന്നും അമ്മ എന്തെല്ലാം ഗർഭകാലത്ത് കഴിച്ചു, സാൽമ്യം വന്നത്, അവയ്ക്ക് അനുസൃതമായി വളർന്ന കുഞ്ഞ് അവയുടെ സൂക്ഷ്മ ഘടകങ്ങളിൽ നിന്ന് മസ്തുളങ്കത്തിൽ രൂപാന്തരപ്പെട്ട വികാരങ്ങൾ കൊണ്ട് അവ ജനിച്ചു വീഴുമ്പോൾ കഴിക്കുമ്പോൾ അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. പിന്നെ പതുക്കെ അതിന് കാറ്റ് പുറത്തു വന്നാൽ കാറ്റ് കൊള്ളാൻ പറ്റില്ല, കരയും. കാരണം അമ്മയുടെ ഉദരത്തിൽ വളർന്നതാണ്. അതിന് ആളുകളെ കാണാൻ വയ്യ, കരച്ചിലുണ്ടാവും. കരഞ്ഞ് കരഞ്ഞ് പതുക്കെ പതുക്കെ അത് ആ ആളുകളുമായി സമരസപ്പെടും, കാറ്റുമായി സമരസപ്പെടും, വെയിലുമായി സമരസപ്പെടും. അങ്ങനെ സമരസപ്പെട്ട് പ്രകൃതിയിലൂടെ വളരുമ്പോൾ ചാണകം, മനുഷ്യന്റെ മലം, മനുഷ്യന്റെ മൂത്രം, ചുറ്റുപാടും കാണുന്ന ജീവജാലങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള അണുകങ്ങൾ, ഇവയെല്ലാമായി പൊരുത്തപ്പെടും. അങ്ങനെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവന്റെ വ്യാധിക്ഷമത്വ ബലവും വ്യാധി പ്രതിബന്ധകത്വ ബലവും വർദ്ധിക്കുമാറാണ് വളർച്ച പോയത്. സാങ്കേതിക വിദ്യയുടെ ആഗമനത്തോടെ ചാണകം തുടരുതാത്തതായി. ചാണകം തൊട്ടാൽ രോഗം വരും, ടെറ്റനസ് വരും. വിചിത്രമായൊരു സത്യം. എന്നിട്ട് ഇവൻ അതിന്റെ ബലമുണ്ടാക്കാൻ കൊടുക്കുന്ന സാധനം കുതിരയുടെ ചാണകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അവന്റെ ബ്ലഡിൽ അത് കടത്തിവിട്ട് അവൻ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പോകുന്ന ശാസ്ത്രവിദ്യയും കച്ചവടം ചെയ്യുന്നു. സാങ്കേതിക വിദ്യയുടെ ഇരട്ടത്താപ്പ് ഇവിടെയാണ്. അത് ശാസ്ത്രീയമാണ്. പതുക്കെ പതുക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇമ്മ്യൂണിറ്റി നേടുന്നത് അശാസ്ത്രീയമാണ്. സ്വയമേവ നൈസർഗികമായി നേടുന്ന ഇമ്മ്യൂണിറ്റി തെറ്റാണ്. കൃത്രിമമായി നേടുന്ന ഇമ്മ്യൂണിറ്റി റൈറ്റാണ്. കൃത്രിമമായി നേടുമ്പോൾ അക്വേർഡ് ഇമ്മ്യൂണിറ്റി വൈറസുകളിൽ നിന്ന്, അമീബകളിൽ നിന്ന്, ബാക്ടീരിയകളിൽ നിന്ന് അവയുടെ കോശങ്ങളെ ലൈവായി ശരീരത്തിലേക്ക് കടത്തിവിടുക. ലൈവ് ഇമ്മ്യൂണൈസേഷൻ.
ലൈവ് വാക്സിൻസ് എന്നാണ് അതിന് പറയുക. അതില് ആ കോശങ്ങൾ മരിച്ച കോശങ്ങളെ ആഹാരമായോ രക്തത്തിലേക്ക് കടത്തിയോ വിട്ട് മൃത വാക്സിനുകൾ, അത് രണ്ടാമത്തെ വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗം രോഗിയുടെ കോശങ്ങളെ എടുത്ത്, രോഗബാധിതങ്ങളായ കോശങ്ങളെ എടുത്ത് അതിലെ പോളിസാക്കറിൻ മുതലായവ വേർതിരിച്ചെടുത്ത് ശരീരത്തിലേക്ക് വിടുന്ന ടോക്സിൻസ്. ഇവയൊക്കെ ശാസ്ത്രം പുരോഗമിപ്പിച്ചെടുത്തതാണ്. ഇവയെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ളൊരു വ്യവസ്ഥിതിയാണ് നമ്മൾ ഇന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ രംഗത്തും വാക്സിനേഷൻ ഉണ്ടിന്ന്. ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഒരു വിഷവസ്തുവാണ്. പാമ്പ് കടിക്കുന്ന പോലെ, പട്ടി കടിക്കുന്ന പോലെ ഗരമാണ് ശരീരത്തിലേക്ക് ഇടുന്നത്. ആ വിഷത്തിന്റെ വേഗങ്ങൾ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞിട്ടല്ല, കൃത്യമായി പഠനവുമില്ല. പക്ഷെ സാങ്കേതിക വിദ്യയുടെ പളവളപ്പിൽ നമ്മളത് സ്വീകരിക്കുന്നു. മറിച്ച് ഇന്നലെയാകട്ടെ നൈസർഗികമായി കുട്ടിയെ കാറ്റിനോട്, വെള്ളത്തോട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ ഒക്കെ തണുപ്പാണ്. HIV, HPV, HBV, HCV തുടങ്ങിയ വൈറസുകൾ തണുപ്പിൽ ജീവിക്കുന്നവയാണ്. വൈറസുകളിൽ ഒട്ടനേകം ജീവിക്കണമെങ്കിൽ തണുപ്പ് വേണം. ചൂടിലവ ജീവിക്കില്ല. വൈറസും അമീബയും ബാക്ടീരിയയും ബാധിക്കാത്തവയാണ് നിങ്ങൾ അണുകുടുംബങ്ങളിൽ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജും ഫ്രീസറും എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. റൈറ്റ്? ശരിയാണോ പറഞ്ഞത്? ഫ്രിഡ്ജിനകത്ത് വൈറസും അമീബയൊന്നും ഉണ്ടാവില്ല. അതിനകത്തേ ഉണ്ടാവും. പുറത്ത് സൂര്യപ്രകാശത്തിൽ പലതും നശിച്ചു പോകും. AC-ക്കകത്തുണ്ടാവും. ഇന്ത്യയിലെ പ്രമുഖ മതങ്ങളും ഇന്ത്യയിലെ പ്രമുഖ മതസ്ഥാപനങ്ങളും പ്രമുഖ സോഷ്യൽ സ്ഥാപനങ്ങളും, ഗോയങ്കെ, ചിന്മയ മിഷൻ, രാമകൃഷ്ണ മിഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അമൃതാനന്ദമയി മിഷൻ, ശ്രീ ഇവരുടെ പേരുകേട്ട ഇന്റർനാഷണൽ സ്കൂളുകളെല്ലാം AC-യാണ്. ബസ്സെല്ലാം സെൻട്രലൈസ്ഡ് AC-യാണ്. ഇന്ത്യയിൽ 24 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലേക്ക് 30, 32, 40, 42, പാലക്കാട് 42ആണ്. 42 ഡിഗ്രി വരെ താപനിലയിൽ വരുന്ന ഒരു സ്ഥലത്ത് ഇതിനകത്തിരുന്ന് പഠിച്ച കുട്ടികൾ പുറത്തിറങ്ങിയാൽ എത്ര മാരക രോഗങ്ങളുണ്ടാവും. വിടുന്ന അച്ഛനമ്മമാർക്ക് ചിന്തയില്ല, പഠിപ്പിക്കുന്ന അധ്യാപകർ ആലോചിച്ചിട്ട് പോലുമില്ല. പോയിരിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിനകത്ത് പഠിച്ചതുപോലും മറന്നുപോകുന്നു. ഇമ്മ്യൂണിറ്റി ഒട്ടുമില്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നു. മനസ്സിലാവുമോ? നാളെ അവിടെ പഠിച്ച് IT കഴിഞ്ഞ് അവിടെ പഠിച്ചിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് അവിടെ പഠിച്ച് സിവിൽ എഞ്ചിനീയറിംഗും കഴിഞ്ഞ് പാൻറ്റും കോട്ടും ഇട്ട് ഇറങ്ങി ഇന്ത്യയിൽ പാലം ഉണ്ടാക്കുന്നിടത്തും ഇന്ത്യയിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നിടത്തും PWD എഞ്ചിനീയറായി PWD കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നിടത്തും പോയി ഇന്ത്യയിലെ വെയിലും കൊണ്ട് എത്ര വിദ്യാർത്ഥിക്ക് നിൽക്കാൻ പറ്റും? എത്ര പ്രാവശ്യം അവൻ കുടയും ആവിയെടുത്തിട്ട്? എത്ര പ്രാവശ്യം തലയുറ്റി വീഴും? അവൻ പണിയെടുക്കണമെങ്കിൽ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോകണം. ഇന്ത്യയിൽ പണിയെടുക്കാനല്ല അവൻ പഠിക്കുന്നത്. എറണാകുളത്ത് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ 5 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. Am I right?